ഇന്ന് വൃശ്ചികമാസ പൊൻപുലി. ശബരിമലയിൽ ഇനിയുള്ള സുപ്രഭാതങ്ങൾക്ക് തങ്കനിറം ശോഭ പകരുമെന്ന് പ്രതീക്ഷിക്കും. ഇങ്ങനെയൊരു ചിന്ത മനസ്സിൽ കൂടെ കടന്നുപോയതിന് അടുത്തു വരാൻ തുടങ്ങുന്ന തെരഞ്ഞെടുപ്പുകളോട് കടപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ മതം കലർത്തരുത് എന്നാണ് പൊതുവെയുള്ള പ്രമാണം. അതുപോലെ തന്നെ വിശ്വാസവും വ്യക്തിപരമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം സൗകര്യപൂർവ്വം മറക്കുന്നു. വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ ഭരണ ചുമതലയ്ക്കായി നിയോഗിക്കപ്പെടേണ്ടത് വിശ്വാസികളായിരിക്കണം എന്ന വസ്തുത. അതിന് വിരുദ്ധമായ കാര്യങ്ങൾക്കാണ് കഴിഞ്ഞുപോയ ചില വർഷങ്ങളിൽ ശബരിമല സാക്ഷ്യം വഹിച്ചത്. ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിന്റെ പവിത്രത അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടികൾ ഉപയോഗിച്ച് ചവിട്ടിയരയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. ആചാരങ്ങളെ വികലമായി വ്യാഖ്യാനിക്കുന്നതിലും വിശ്വാസമില്ലാത്തവർ വ്യഗ്രത പുലർത്തുന്നു. സമീപകാലത്തായി പുറത്തുവരുന്ന വാർത്തകൾ വിശകലനം ചെയ്താൽ ഒരു സാധാരണ വിശ്വാസിക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനേകായിരം ഭക്തർക്ക് ആശ്വാസമരുളുന്ന ഒരു പുണ്യസങ്കേതത്തെ, അവിടെ കുടികൊള്ളുന്ന ആത്മീയ ചൈതന്യത്തെ ഏതു വിധേനയും ഉന്മൂലനാശനം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ അവിടെ കടന്നുകൂടിയവർക്ക് ഉണ്ടായിരുന്നത് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ്. അയ്യപ്പനിൽ വിശ്വാസമുള്ള അദ്ദേഹത്തിന്റെ സന്നിധി ഇനിയും കൂടുതൽ മലിനമാകാതെ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് നുണയുടെ പാളി ഇളക്കി മാറ്റി സത്യത്തെ പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ വേണ്ട സാഹചര്യം ഒരുക്കിയത്. ഇപ്പോൾ നിഷ്കളങ്കതയുടെ മൂടുപടം അണിയാൻ വെമ്പൽ കൂടുന്ന പലരും അണിഞ്ഞിരുന്ന കപടതയുടെ ചെമ്പുപാളികൾ ഒഴിഞ്ഞു വീഴാൻ ഇനിയും അധിക സമയം അയ്യപ്പൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ചെയ്തു കൂട്ടിയ അപരാധങ്ങളിൽ വ്യാജമെങ്കിലും ഒരു മനസ്താപം തോന്നിയെങ്കിൽ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഹളം അടുത്തു വന്നതുകൊണ്ട് മാത്രമാണ്. വൈകിയെത്തിയ ചന്ദന ലേപ സുഗന്ധത്തിന് സന്നിധാനത്തിന്റെ പവിത്രതയ്ക്ക് ചാമരം വീശാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മിഴികളുടെ നീലാഞ്ജനദ്യുതി മങ്ങിയിട്ടില്ല എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. മണ്ഡലമാസ പുലരിൽ പൂക്കും പൂങ്കാവനം എന്നും ചൈതന്യം ചൊരിഞ്ഞ് വിളങ്ങി നിൽക്കട്ടെ. സ്വാമി ശരണം. തിരുമുമ്പിൽ അഞ്ജലിബദ്ധനായി നിന്നുകൊണ്ട് തന്നെ. പക്ഷേ സാഹചര്യത്തിന് നിർബന്ധത്താൽ മിഴികൾ തുറന്നു പിടിച്ചു തന്നെ നിൽക്കേണ്ടി വരും.